വൈബ് ആസ്വദിച്ച് ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പാരഗ്ലൈഡ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ നാക്ക ഐലൻഡ് എത്തി. ബോട്ടിങ്ങനെ അടുത്തോണ്ടിരിക്കണേ അങ്ങോട്ട്. ഇവിടെ ഭയങ്കര ജെറ്റ് സ്കീ റൈഡും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുന്നുണ്ട്. പാരാഗ്ലൈഡിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ബാക്ക് ക്യാമറ. പൊടിയാണ് പൊളിച്ചടക്കുന്നുണ്ട്. അവിടെ പാരാഗ്ലൈഡിങ് സംഭവം ഉണ്ട് അവിടെ. ഓക്കെ, പൊളിയാണ്. ഇവിടെ ഫുള്ള് പൊളി നടന്നോണ്ടിരിക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ ഗോവയിലൊക്കെ ഉള്ളതുകൊണ്ടിട്ട് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ് ഗോവയില്. പക്ഷെ ഇവിടെ കിടന്ന് നല്ലോണം ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഫുള്ള് പൊളിക്കുന്നുണ്ട്. നമുക്ക് നോക്കട്ടെ നമുക്ക് ഇവിടുന്ന് കയറാൻ പറ്റും നോക്കാം. കയറാ ഇറങ്ങി സുന ഇറങ്ങി. നാക്ക ഐലൻഡ്. ഇത് നല്ല വലിയ ഐലൻഡാണ് കേട്ടോ നാക്ക ഐലൻഡ്. ചാടിക്ക സുനു. സൈകിന് എവിടെ ചെന്നാലും പേടിയാണ്. ഇതിൽ കൂടെ നടക്കാൻ ഭയങ്കര പേടിയാണ്. ഒരിക്കലും ഫ്ലോട്ട് ചെയ്തോണ്ടിരിക്കാൻ വേണ്ടിട്ടെ. പക്ഷെ നൈസാ ഇവിടെ നടക്കാൻ. പേടിക്കാനും വേണ്ട, സുനു പിടിച്ചോ. എന്താണ് പൂച്ച? പേടിക്കാനൊന്നുമില്ല. അത് കൂളായിട്ട് ഓടിക്കോ, ഒരു കുഴപ്പമില്ല. കൈ പിടിയിടാനാണ്. പേടിക്കാനൊന്നുമില്ല. നീ എന്റെ ട്രൗസറെ കൂരി എടുക്കോ? ഇവൻ എന്റെ ട്രൗസറെ കൂരി എടുക്കോ? വലിച്ചു ഈസി ആയിട്ട് പോകാവുന്ന സംഭവമാണ്. അങ്ങനെയൊന്നും പോവില്ലേ. ഇത് ഫുള്ള് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സംഭവമല്ലേ. എവിടെ വേണമെങ്കിൽ കുളിക്കണമെങ്കിൽ കുളിക്കാട്ടെ. എല്ലാവർക്കും വെള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിൽ അങ്ങനെയൊന്നുമില്ല. അടിപൊളി. ഇവിടെ നോക്കിയാൽ സ്നോർക്ലിംഗ് ഒക്കെ പേര് മാറിപ്പോ സ്നോർക്ലിംഗ് ഒക്കെ ചെയ്യാൻ നോക്കിയ നൈസായിട്ട്. ഇംഗ്ലണ്ട് ഇവിടെ ആയിട്ട് വേണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി പോയി നീന്തി കളിച്ചെടുക്കുക. ഇവിടെ ചിലവരൊക്കെ കണ്ടിട്ട് മലയാളികളൊക്കെ പോലെ തോന്നുന്നുണ്ട്. ഇന്ത്യക്കാരൊക്കെ കുറെ തോന്നുന്നു. നോക്കാം നമുക്ക്. പേടി മാറിയോ എൻ്റെ? പേടി മാറിയോ എൻ്റെ? പിന്നെ കുറച്ച് നമ്മളിപ്പോൾ പോയ ഐലൻഡിൽ ഏറ്റവും ഒത്തിരി നല്ല വലിയ ഐലൻഡാണ്. എല്ലാവർക്കും ഷെയറൊക്കെ ഉണ്ടിരിക്കാനും എല്ലാത്തിനും ഫുള്ള് സെറ്റപ്പ് ഉണ്ട് അവിടെ. ഒരു ഗോവൻ മൂടുണ്ട് ഇവിടെ. അങ്ങനെ ജെറ്റ് സ്കീയിലേക്ക് ഇവർ രണ്ടുപേരും പോവാന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. സൈഗു നീ ഇരിക്കൂല, നിനക്ക് പേടിയാണ്. നീ ഇവിടെ നടന്നു വന്നിട്ട് ഇത് ഭയങ്കര സ്പീഡിൽ പോവും, പേടിയാണ്. ഡാഡാ ദീദി അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിപ്പിച്ചു കൊടുക്കണേ ബേസിക്കലി. അതിങ്ങനെ കാണിച്ചാൽ സ്റ്റാർട്ടാവും, ഇത് പിടിച്ചാൽ ഓഫാവും. വെള്ളത്തിൽ കിടക്കുമോ ആവോ? സുനു കയറുന്നുണ്ട്. പിടിച്ചിരുന്നോണ്ട് സുനു, നല്ലോണം പിടിച്ചിരുന്നോ?
ഏ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. വീഡിയോ തന്നെ ഫോട്ടോ എടുത്തേ.
കൂട്ടത്തിലൊക്കെ അങ്ങോട്ട് ദൂരെ ഇങ്ങോട്ടൊക്കെ വന്നെടുത്ത് നോക്കിയിട്ട് കാണുന്നുണ്ട് ഇത്ര കൂട്ടത്തിൻ്റെ ഇടയിൽ. അയ്യോ അതേ പോയി ഒഴുകിപ്പോയി. അങ്ങനെ ടൈം കഴിഞ്ഞിരിക്കുന്നതാണ് ഡാഡേ മോളും. നനഞ്ഞു കുളിച്ചല്ലോ രണ്ടുപേരും. ഓ നനഞ്ഞു കുളിച്ച് ബൂന്ന് സൈഗു അത് രണ്ടുപേരും നനഞ്ഞു കുളിച്ച് വെള്ളത്തിൽ മുങ്ങിപ്പോവും. ഒന്നാമത് ഈ ലോകം എടുത്തു പറഞ്ഞത് അതന്നെ നിലവിളിക്കും. അത്ര സ്പീഡും വെള്ളത്തിന് നടുക്കൊക്കെ പോകുമ്പോ പേടിയാവും. എങ്ങനെ ഉണ്ടായിരുന്നു? ഫുള്ള് നനഞ്ഞല്ല കുളിച്ച് വെള്ളത്തില് നനഞ്ഞ് കുളിച്ച്. ഒരു 15-20 മിനിറ്റോളം നമ്മൾ വിളിച്ചോളൂ അല്ലേ? 25 മിനിറ്റ് ആയെന്ന് പറഞ്ഞു. ആ അത് ഞാൻ ചോദിച്ചു എത്ര മണിക്കൊക്കെ കയറിയ ടൈം നോക്കിയാ? അല്ല പുള്ളിക്കാരൻ പറഞ്ഞു ടൈം കഴിഞ്ഞെന്ന്. 4:01. പക്ഷെ ഈസിയാണ്, ഓടിക്കാൻ വലിയ റിസ്ക് ഒന്നുമില്ല, കുറച്ച് ധൈര്യം മാത്രം ഉണ്ടായിരുന്നത്. ഇങ്ങനെ ആക്കിയാ മതി. ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്, പിന്നെ നമുക്ക് ആക്കൊന്ന് കൂടെ നിർത്തണമെങ്കിൽ പെട്ടെന്ന് നടുക്കാൻ നിർത്തണമെന്നുണ്ടെങ്കിൽ വേറൊരു സംഭവം ഉണ്ട്, ആക്സിലേറ്റർ. റൈഡിലെ പോലെയാണ്. ഇത് നമ്മ ഗോവയിലൊക്കെ പോകുമ്പോ ചെയ്തിട്ടില്ലല്ലേ? ഈസി ആയിട്ട് ഓടിക്കാം. ഗോവയിലൊക്കെ പോലെയാണ്, ഒന്നിനും ഈസി ആയിട്ട് ഓടിക്കാം. ഗോവയിലും ഒറ്റക്ക് ഓടിക്കാൻ സമ്മതിക്കൂല. പക്ഷെ എനിക്ക് വേണ്ട വേണ്ട നനയൂലേ. ആന്നേ നിങ്ങ ഫുള്ള് നനഞ്ഞ കോഴീനെ പോലെ രണ്ടും. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ സംഭവം. നാക്ക ഐലൻഡില് ഫുള്ള് പാരാഗ്ലൈഡിങ് മറ്റേ അത് ബനാന റൈഡ്. ഞാനോർത്ത് ലാസ്റ്റ് കഴിഞ്ഞിട്ട് അവര് മറിച്ചിട്ടതായിരിക്കും. ഇപ്പൊ അടുത്ത ബനാന പോണുണ്ട്. അവര് ഓടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മറിച്ചിടണേന്ന് തോന്നണത്. ഞാൻ കണ്ടായിരുന്നു പറഞ്ഞു ചെയ്യണത്. ലാസ്റ്റ് വരുമ്പോ മറിക്കുമല്ലോ. ലാസ്റ്റ് വരുമ്പോ ഒരു മറിക്കൽ ചടങ്ങായിരിക്കും അത്. എനിക്ക് മറ്റേ നല്ല വൈഡിലിട്ടിട്ട് പറ്റിയ നല്ല രസം. ഇച്ചിരിയൊക്കെ കിട്ടി. ഞാൻ നിങ്ങളെ നോക്കിയിട്ട് കാണണം കൂടി ഇല്ല. അപ്പൊ ഇവര് പറയണം അങ്ങോട്ട് പോവും അങ്ങോട്ട് പോവും. റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ സൂം കൊടുത്താലേ ക്ലാരിറ്റി പോകും. കട്ട് ചെയ്തിട്ട് 5x ലെൻസ് മാറ്റി 5x സൂം ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് കൊടുക്കാൻ. ഞാൻ ഇടയിലാണ് ഫുൾ ക്ലാരിറ്റി കിട്ടും. അപ്പൊ റെക്കോർഡ് ചെയ്തോണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് എന്റെ ഇടയിൽ നമ്മൾ സൂം കൊടുത്താൽ അതെനിക്കറിഞ്ഞൂടാ. അയ്യോ അങ്ങനെയാണോ? അത് പറഞ്ഞിട്ട് പോണായിരുന്നു. ഒരു പാരാഗ്ലൈഡിങ് ആണോ എന്താണാവോ? പാരാസെയിലിംഗ് അങ്ങനെ എന്തായാലും തോന്നുന്നു. ഇവിടെ 1 മണിക്കൂർന്നാ പറഞ്ഞത്. ഇതന്നെ ഫുള്ള് ഇതുപോലെ തന്നെ. ജെറ്റ് സ്കീയിങ്, പാരാസെയിലിംഗ്, ബനാന അങ്ങനെയൊക്കെ തന്നെ. നടന്നോ? ചപ്പലൊന്നും വേണ്ട നിങ്ങക്ക്? ചപ്പലൂടെ ഊരിട്ടാ പോയത്. ഗൈസ് നമ്മൾ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് സൈഡിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ പനയ ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബീച്ചാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക ഒരു ഗോവൻ വൈബ് തന്നെയാണ്, സെയിം ലൈക്ക് ഗോവ. പക്ഷെ രസമുണ്ട് ഇവിടെയൊക്കെ വന്നിരിക്കാനും. കുറച്ച് വിശാലമായ ബീച്ചാണ്. അതെ, ഫോട്ടോ റീൽസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അവിടെ നല്ലൊരു സ്പോട്ടൊക്കെ ഉണ്ട്. ആ ഊഞ്ഞാല ഇവിടുന്ന് അറ്റം വരെ ബീച്ച് ഇങ്ങനെ കിടക്കാനുണ്ടാവും. ഒരുപാടുണ്ട് അങ്ങോട്ട് അറ്റം വരെ കിടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് നടക്കാം അല്ലേ നമ്മുടെ ബോട്ടിന്റെ സൈഡിലേക്ക്? നമ്മുടെ ബോട്ടില്ലേ അവിടെ കിടക്കണുണ്ട്. ബോട്ട് അമ്മേ എന്റെ കണ്ണു പോയിക്കേ. അതായത് ഈ ഉപ്പുവെള്ളം തെറിച്ച് കണ്ണിൽ അടിച്ചടിച്ചടിച്ചില്ലേ? ശരിക്കും
ഈ സ്പെക്സ് വേണമായിരുന്നു, ആ ഗോൾസ് വേണമായിരുന്നു. അത് ഉണ്ടായിരുന്നെങ്കിൽ ഞാനും സുനിയും ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറയണമായിരുന്നു, പക്ഷേ സ്പെക്സ് വേണമായിരുന്നല്ലേ. ആ കണ്ണിൽ ഉപ്പുവെള്ളം അടിച്ചടിച്ചടിച്ചടിച്ച് നമ്മളിങ്ങനെ സ്പീഡിൽ പോകുന്നത് ഇങ്ങനെ അടിക്കും ഫ്രണ്ടിൽ നിന്ന്. അതിനെ അടിച്ചടിച്ചടിച്ചടിച്ച് ഭയങ്കര കണ്ണരിച്ചിലായിരിക്കും. അപ്പോൾ കണ്ണ് കാണാൻ പറ്റാണ്ട് ഒറ്റടിക്ക്. പക്ഷെ എന്നാൽ പോലും അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഗൈസ് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനും കഴിഞ്ഞു. നമ്മൾ റിട്ടേൺ നമ്മൾ എവിടെ നിന്നാണോ പിക്ക് ചെയ്തത് നമ്മൾ അങ്ങോട്ട് തന്നെ പോകുന്നത്. അവിടുന്ന് നേരെ നമ്മുടെ ഫുക്കറ്റ് ടൗൺ ഹോട്ടലിലേക്ക് ഇവിടെ നമ്മൾ കാറിനോട്ട് ഡ്രോപ്പ് ചെയ്യും. ഒരു 1 hour ട്രാവലുണ്ട്. നമ്മളവിടേക്ക് നെക്സ്റ്റ് റൈഡും കുറച്ചൊരു ബീച്ചിലേക്ക് കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല ടയർഡായി, നല്ല വെയിലൊക്കെ കൊണ്ട് നല്ല താരം മറ്റീശൊക്കെ അടിച്ചിരിക്കുക. കൈയൊക്കെ അങ്ങനെ താരടിയും ആകെ ക്ഷീണമായിരിക്കുന്നത്, ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ ഇനി നേരെ ഹോട്ടലിലേക്ക് പോകാം. നമ്മൾ റിട്ടേൺ എത്തി. അവിടുന്ന് അടുത്തല്ലേ. നമ്മൾ മൊത്തത്തിലൊരു കറക്കമാണ്, മനസ്സിലായോ? മൊത്തത്തിലൊരു കറക്കം. നമുക്ക് ഇനി ഹോട്ടലിലേക്ക് പോകാനാണ് 1 മണിക്കൂർ വേണ്ടത്. 1 മണിക്കൂർ കാറിലിരിക്കണം. രാവിലെ ആകുമ്പോൾ 1 മണിക്കൂർ എടുക്കും. അല്ല 1 മണിക്കൂർ എടുക്കും. ഓക്കെ, നമ്മൾ ആ ജെട്ടിയിലേക്ക് ബോട്ട് എടുക്കാൻ വേണ്ടി പോണേ. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? മൺഡേ ട്രിപ്പ് അടിച്ചു പൊളിച്ചില്ലേ ഫുക്കറ്റിൽ വന്നിട്ട്? സൈഗു കരിഞ്ഞു പോയാലേ വെയിലുണ്ട്. അതെ ശരി, വയ്യാതായ ഭാഗ്യം. ഭയങ്കര ചൂടടിച്ച് ഭയങ്കര ഹ്യൂമിഡിറ്റിയും ചൂടും എല്ലാം കൂടെ. പക്ഷെ എബ്രുവിന് പറ്റില്ല സൈഡ്, അത്ര വെയിലടിക്കുമ്പോഴേ അവന് വയ്യാണ്ടാവും. അതാണ് ഇത്ര വലിയ അതെ ഇവിടെയൊക്കെ കിടന്ന് എന്നിട്ട് കയാക്കിന് പോലല്ലേ. ഓക്കെ ബോട്ടൊക്കെ കഴുകണല്ലേ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട്. യെസ്, അങ്ങനെ നമുക്ക് ജെട്ടി എന്നുള്ള ബസ്സിലേക്ക് നമ്മൾ കയറി. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ പുള്ളിക്കാരത്തെയാണ് നമുക്ക് എല്ലാവിധ ഹെൽപ്പും കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുക്കറ്റില്ല ഒരു കിടിലം 1 day ട്രിപ്പായിട്ടുള്ള കിടിലം ബോട്ടിങ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. ഒരു 5 ഐലൻഡോളം നമ്മൾ മൊത്തം കണ്ടു. നിങ്ങളും കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫുക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യണ്ട, കിടിലാണ്. പിന്നെ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കളറോ നമ്മുടെ സ്കിന്നിനെ പറ്റിയോ നമ്മൾ കൂടുതൽ വരീഡായിട്ടൊന്നും കാര്യമില്ല. കഴിയാവുന്ന സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിക്കുക. ഒരു പരിധി വരെ പിടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഏറ്റവും അവസാനം ഞങ്ങളെ പോലെ ആവും. ഓക്കെ ഗൈസ്, ഇൻഷാല്ലാ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരും. അതുവരെ ബൈ.